കൊല്ലത്ത് സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടാക്കി പണം പിരിച്ച് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനെതിരെ നടപടി. പുനലൂർ മുനിസിപ്പാലിറ്റി മരാമത്ത് സ്ഥിരം സമിതി ചെയർമാൻ ബിനോയ് രാജിനെതിരെയാണ് തദ്ദേശ വകുപ്പ് ഓംബുഡ്സ്മാന്റെ നടപടി. നിയമവിരുദ്ധമായി പിരിച്ച പണം തിരികെ നൽകണമെന്നാണ് ഉത്തരവ്. ഉത്തരവിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. ഓണം ഫെസ്റ്റിന്റെ ഭാഗമായി പുനലൂർ തൂക്കുപാലത്തിൽ അലങ്കാര ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനാണ് മുനിസിപ്പൽ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനോയ് രാജൻ പണം പിരിച്ചത്. ഈ പണം നഗരസഭാ അക്കൗണ്ടിലേക്ക് മാറ്റുന്നതിനു പകരം സ്വന്തമായി അക്കൗണ്ട് ആരംഭിച്ച പണം കൈപ്പറ്റി. അതും ഓഗസ്റ്റ് മാസത്തിലെ ഓണാഘോഷത്തിന് അക്കൗണ്ട് എടുത്തത് നവംബർ മാസത്തിൽ. വിഷയം ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം സ്വദേശി നിലാവ് മുരളീധരൻ പിള്ള നൽകിയ പരാതിയിലാണ് ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് പി ഡി രാജൻ ഇടപെട്ടത്. സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയ 2 ലക്ഷം രൂപ 15 ദിവസത്തിനുള്ളിൽ നഗരസഭയ്ക്ക് തിരിച്ചു നൽകണമെന്ന് ഉത്തരവിട്ടു. നഗരസഭയിൽ ഭരണപക്ഷം നടത്തുന്ന അഴിമതികളിൽ ഒന്നു മാത്രമാണിതെന്നും മോഷ്ടിച്ച പണം തിരികെ നൽകിയാൽ മോഷണമല്ലാതാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ്. നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒരു അക്കൗണ്ട് നഗരസഭയ്ക്ക് വേണ്ടി ആരംഭിച്ച് ആ അക്കൗണ്ട് വഴി ലക്ഷക്കണക്കിന് രൂപ മാറിയെടുക്കുക എന്നത് ഗുരുതരമായ കുറ്റകൃത്യമായിട്ടാണ് ബഹുമാനപ്പെട്ട ഓംബുഡ്സ്മാൻ കണ്ടിട്ടുള്ളത്. ഈ കാര്യത്തിൽ നഗരസഭയുടെ ഭരണ നേതൃത്വത്തിന് ഉണ്ടായിട്ടുള്ള വീഴ്ചയോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായിട്ടുള്ള നെറികേടുകളും കൊള്ളരുതായ്മകളും ഇതിനൊക്കെ കൂട്ടുനിന്ന വസ്തുതയും വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ വേണം എന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടാനുള്ളത്. പുനലൂർ നഗരസഭയിലെ കുടിവെള്ള വിതരണമടക്കം വിവിധ വിഷയങ്ങളിൽ നഗരസഭ പെറ്റീഷൻ കമ്മിറ്റി, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പ്രിൻസിപ്പൽ ഡയറക്ടർ, ആഭ്യന്തര വിജിലൻസ് വിഭാഗം എന്നിവയുടെ അന്വേഷണങ്ങളും നടക്കുന്നുണ്ട്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര.